ഹായ് ഹലോ മക്കളെ, 2025 ഓണം എക്സാമിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന 100% നമ്മളോട് ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പാസേജ് കോംപ്രഹെൻഷൻ. നമുക്ക് പരിചയമുള്ള ഈ 5 ചാപ്റ്ററിലെ അതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ഇതുപോലൊരു പാസേജ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. 100% നമുക്ക് ഉറപ്പിക്കാം ഏതെങ്കിലും ഒരു ചാപ്റ്റർ, നമുക്ക് പരിചയമുള്ള ഒരു ചാപ്റ്ററിന് ഇതുപോലത്തെ ഒരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് MCQ ടൈപ്പ് ഇതുപോലെയുള്ള MCQ ടൈപ്പ് നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ ശേഷം രണ്ടാമതായിട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ സാധ്യത എന്നല്ല, 100% തന്നെ നമുക്ക് പറയാം ഈ ചാപ്റ്ററിനായിരിക്കും പോയം Q&A വരിക. ഏതാ ചാപ്റ്റർ? ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആ പോയത്തിൽ നിന്നായിരിക്കും പോയം Q&A. എന്താണ് ഈ പോയം Q&A? അതായത് പോയത്തിൽ നിന്നുള്ള ഒരു 4ഓ 8ഓ അല്ലെങ്കിൽ 12ഓ വരികൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മളോട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം പറഞ്ഞിട്ട്, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യമായിരിക്കും പോയറ്റിക് ഡിവൈസിൽ നിന്നുള്ള ഏതാണ് ഈ കൊടുത്തിരിക്കുന്ന വരിയിൽ എന്താണ് പോയറ്റിക് ഡിവൈസ് ഉള്ളത് എന്നുള്ള ചോദ്യം വന്നിരിക്കും. അതുപോലെ തന്നെ ഇതിലുള്ള റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതും ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന 100% നമ്മളോട് ചോദിക്കാൻ പോകുന്ന മറ്റൊരു ചോദ്യമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. 4 മാർക്കിനോ 5 മാർക്കിനോ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്രിസിയേഷൻ. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ പോയത്തിൽ നിന്ന് തന്നെയായിരിക്കും ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അൺനോൺ പാസേജിൽ നിന്നും ഇതുപോലെ തന്നെ 5 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും. 100% നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരു പാസേജിൽ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട MCQ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും ഇവിടെയും പ്രതീക്ഷിക്കാം. അതാണ് നമ്മൾ 5ാമതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ടില്ലേ ഒരു റിവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മാർക്ക് കൂടിയ ഒരു ഡിസ്കോഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ എന്ന് പറയുന്നത്. 7 മാർക്കിനായിരിക്കും നമ്മളോട് ഇത്തവണ റിവ്യൂ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ചോദിക്കുന്നത് ഈ 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും, അത് ഷുവർ ആണ്. 100% നമുക്ക് കൺഫേം ചെയ്യാം റിവ്യൂ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നെങ്കിൽ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, അല്ലെങ്കിൽ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദി ആർട്ടിക്കിൾ നിന്നായിരിക്കും നമ്മളോട് എന്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മളോട് റിവ്യൂ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി റിവ്യൂ കഴിഞ്ഞ ശേഷം റൈറ്റപ്പ് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ റൈറ്റപ്പും നമ്മളോട് ചോദിക്കുന്നത് ഒരു 4 മുതൽ 6 മാർക്കിന് വരെ റൈറ്റപ്പും ചോദിക്കാം. റൈറ്റപ്പ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഒന്ന് ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. എന്തായാലും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ടോ? ഇതിലേതെങ്കിലും ഒന്നിൽ നിന്ന് എന്തായാലും നമുക്ക് റൈറ്റപ്പ് വന്നിരിക്കും. നമ്മുടെ SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിൽ നമ്മുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളതല്ലേ ഫീനിക്സ് റൈസസിൽ നിന്നാണ്. 7ാമതായിട്ട് നറേഷൻ ആണ്. നറേഷനും ഇതുപോലെ തന്നെയാണ്. ഒന്നെങ്കിൽ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിൽ നിന്ന് വരാം. ഇത് മാറിപ്പോയതാണ്. നറേഷൻ നമ്മളോട് ചോദിക്കുന്നതും ഇതുപോലെ തന്നെയാ. ഒന്നെങ്കിൽ ഫീനിക്സ് റൈസസിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഐ വിൽ ഫ്ലൈയിൽ നിന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എ വെരി ഓൾഡ് മാൻ അല്ലെങ്കിൽ ഇൻ ദി ആർട്ടിക്, ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായാലും നമ്മളോട് നറേഷൻ ചോദിക്കാനുള്ള സാധ്യത കേട്ടോ. ഇനി ലെറ്ററോ ഇമെയിലോ ചോദിക്കുകയാണെങ്കിൽ 3 ചാപ്റ്ററിന് സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ ഈ 2 ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ലെറ്ററോ ഇമെയിലോ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഫീനിക്സ് റൈസസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ഏറ്റവും സാധ്യത കുറവാണ്. ഇൻ ദി ആർട്ടിക്. പക്ഷേ ഈ 3 നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റർ വന്നാൽ ഇമെയിൽ വരാനുള്ള സാധ്യതയില്ല, ഇമെയിൽ വന്നാൽ ലെറ്റർ വരാനുള്ള സാധ്യതയില്ല. ഇതിലേതെങ്കിലും ഒന്നാണ് ഇപ്രാവശ്യം നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാം ഒന്നെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിൽ നിന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇൻ ദി ആർട്ടിക്കിലുള്ള ഏതെങ്കിലും ആ 2 ക്യാരക്ടേഴ്സിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ആയിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ സ്പിൽമൻ അല്ലെങ്കിൽ നമ്മുടെ ജർമ്മൻ ഓഫീസർ. ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പെലായോ അല്ലെങ്കിൽ എലിസന്റെ ആയിരിക്കും നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി 10ാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 100% നമുക്ക് ഉറപ്പിക്കാം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇത്തവണ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ന്യൂസ് പേപ്പർ ഒന്നെങ്കിൽ 50% നമുക്ക് പറയാം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ അടുത്ത് നടന്നിട്ടുള്ള എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റോ ഇവന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഒന്നാമതായിട്ട്, അല്ലെങ്കിൽ ഒരു 50% ചാൻസ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി 50% അല്ലേ 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിൽ നിന്നായിരിക്കും. ആ പുള്ളിക്കാരൻ അവിടെ വില്ലേജിൽ വന്നതും ഒരു പ്രദർശന വസ്തു ആയതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒരു ചാപ്റ്റർ എന്നാണ് നമ്മളോട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തതായിട്ട് കോൺവെർസേഷൻ ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 90% എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട്
അടുത്തതായിട്ട് നമ്മൾ 100% പറയാടാ, 100% എന്തായാലും വരാൻ ഉറപ്പുള്ള ക്വസ്റ്റ്യനാ അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ എന്ന് പറഞ്ഞിട്ടോ. അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ തന്നെ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാ? നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈന്റെ ബോൾ ആൻഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട ഒരു അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യനാ. ഇതിൽ ആകെ ചെയ്യേണ്ട എന്താ അറിയോ? ആ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റിന്റെ പേര് പറയാം, ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് പറയാം, എന്നിട്ട് റൈമിംഗ് ആയിട്ടുള്ള 2 സെന്റൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു വാചകം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഈറ്റ് ഗ്രീൻ ലിവ് ക്ലീൻ കേട്ടോ. ഗ്രീൻ ക്ലീൻ എന്ന് പറയുന്നത് തമ്മിൽ റൈം ചെയ്യുന്നില്ലേ, അത്രേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചോ, ഫ്രം നേച്ചർ ടു യു ബാക്ക് ടു നേച്ചർ ടു കണ്ടോ, യു ടു എന്ന് പറയുന്നത് റൈം ചെയ്യുന്നില്ലേ, നമ്മൾ കമ്പനിയുടെ പേരും കൊടുത്തു, ബോളൻഡ് എന്നുള്ളത് അവിടെ കമ്പനിയുടെ പേര് കൊടുത്തു. ഇത്ര മാത്രം നമ്മൾ എന്തിനു ശ്രദ്ധിക്കേണ്ടുള്ളൂ? അഡ്വർടൈസ്മെന്റ് ജിങ്കിളിൽ കൊടുക്കേണ്ടതുള്ളൂ. ഇനി 12ാമതായിട്ട് ഏറ്റവും മേജർ ആയിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഡയറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്പിൽമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസറുടെ, അല്ലെങ്കിൽ പെലായോടെ ആയിരിക്കും. 1ാമത്തെയോ 2ാമത്തെയോ ചാപ്റ്ററിനായിരിക്കും നമ്മളോട് ഡയറി ചോദിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 100% ഈ ചോദ്യം വന്നിരിക്കും, ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നോട്ടീസ് ആണെന്നുള്ള കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇത് നോട്ടീസ് അല്ല, ഇതിന്റെ കൃത്യമായ ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇവന്റ് ഇൻവിറ്റേഷൻ എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി പിന്നെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതുപോലെ തന്നെ നമുക്കൊരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതുപോലെ ഒരു ടേബിൾ തന്നിട്ടില്ലേ, ഇതുപോലെ ടേബിൾ തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ഒരു 4-5 ചോദ്യങ്ങൾ 5 മാർക്കിനാണ് സാധാരണഗതിയിൽ. 100% ഈ ചോദ്യം നമുക്ക് ഉറപ്പിക്കാം. ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഇതുപോലത്തെ ഒരു ടേബിൾ തന്നിരിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഒരു 4-5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ. സോ ഇനി നമുക്ക് ഗ്രാമറിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ? 3 മാർക്കിന് നമ്മളോട് എഡിറ്റിംഗ് ചോദിച്ചിരിക്കും, ഷുവർ ആണ്. എഡിറ്റിംഗിന്റെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രേസൽ വേർബിന്റെ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 ഫ്രേസൽ വേർബ് ഫിൽ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. ഫ്രേസൽ വേർബ് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് പ്രപ്പോസിഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രപ്പോസിഷന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും, 100% ഉറപ്പിക്കാം. ഇതും 3 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഗ്രാമർ പോർഷൻസിൽ. ഇനി അടുത്തതായിട്ട് നമുക്കില്ലേ ഡയലോഗ് കംപ്ലീഷൻ എന്തായാലും വന്നിരിക്കും. ഇതും 100% കൺഫേം ആയ ക്വസ്റ്റ്യൻ ആണ്. 100% കൺഫേം ആയ ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഡയലോഗ് കംപ്ലീഷനിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെയും വരുന്നുണ്ട്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ടാഗുകൾ വരും. പിന്നെന്താ, പിന്നെ WH ക്വസ്റ്റ്യൻസ് വരും. ഇഫ് ക്ലോസ് വരും. 1 മാർക്കിന് ചോദിക്കും. ഇഫ് ക്ലോസ് കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത് വരും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരും. ഹാഡ് ബെറ്ററിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും വരും, അത് കൺഫേം ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഗ്രാമർ ലൈവിൽ വിശദമായിട്ട് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്കിന് ചോദിച്ചിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ കാണും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് വേർഡ് പെയർ ഉണ്ടാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ 2 വാക്കുകൾ തന്നിട്ട് അത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതാണ് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങളില്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടായിട്ട് അവൈലബിൾ ആണ്. അതിനുള്ള ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്നും കൂടെ നിങ്ങൾ പറയാൻ മറക്കരുത്. ബൈ, നമുക്ക് ലൈവിൽ കാണാം. ബൈ.